തമ്പുരാട്ടി മെറ്റൽസിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവും പഠനോപകരണ വിതരണവും നടന്നു. ബാബു തമ്പുരാട്ടിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പോയി കോളേജിൽ പോയി ഒക്കെ പഠിച്ചു വന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ബാബു ഇവിടെ എല്ലാ വർഷവും, ഇപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നിട്ട് 4 വർഷമായി, 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. 2-2.5 വർഷമാകുന്നുള്ളൂ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് മെമ്പറായിട്ടുണ്ടായിരുന്നു. ആ മെമ്പറായിട്ടുള്ളപ്പോഴും ഈ പരിപാടിയിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സന്തോഷ്, CPI ജില്ലാ കമ്മിറ്റി അംഗം KB അറുമുഖൻ, CITU ഏരിയ കമ്മിറ്റി അംഗം KM അംബ്രോസ്, CPI പറവൂർ മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നിമിഷ രാജു, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ, 15ാം വാർഡ് മെമ്പർ മായാദേവി, രാജീവ് മണ്ണാളിൽ, ബാബു തമ്പുരാട്ടി, ധനീഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അത്രയും നല്ല കാര്യങ്ങൾ അടങ്ങിയതാണ് മൊബൈൽ. അപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കണം, പക്ഷേ കണ്ടടിച്ച് പോകാതെ നോക്കണം. ഇന്നത്തെ പുതിയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കണ്ണടക്കട തുടങ്ങിയാൽ നന്നായിരിക്കും. കണ്ണ് ഡോക്ടർക്ക് ഗുണമുണ്ടാവും. കാരണം 24 മണിക്കൂർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാനുള്ളതല്ല മൊബൈൽ, അല്ലേ? കണ്ണിന് ആരും ഒരു ചികിത്സ ചെയ്യാറുണ്ട് ആരെങ്കിലും? ശരീരത്തിനൊരു പനി വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ കണ്ണില്ലാതെ വരുമ്പോഴേ അതിൻ്റെ വിവരം അറിയുള്ളൂ, അല്ലേ? അപ്പം മൊബൈൽ ഉപയോഗം ഒന്ന് അത്യാവശ്യത്തിന് മാത്രം വയ്ക്കാൽ വളരെ നല്ലതായിരിക്കും. ചടങ്ങിൽ വെച്ച് ഈ വർഷം SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വാവക്കാട്, പാലിത്തുരുത്ത് പ്രദേശങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മത്സ്യബന്ധന മേഖലയിൽ 50 വർഷം പിന്നിട്ട സ്ട്രാങ്കായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി പോൾ മുനമ്പത്തെയും ചടങ്ങിൽ ആദരിച്ചു.